ഇസ്രായേലുമായി ഉണ്ടാക്കിയ സമാധാന കരാറിന്റെ ഭാഗമായി ഇന്നലെ ഹമാസ് തങ്ങളുടെ തടവിലുണ്ടായിരുന്ന 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ റെഡ് ക്രോസിന് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ 2 പേർ കുട്ടികളും ഒരാൾ അവരുടെ മാതാവുമാണ്. കഴിഞ്ഞ മാസം ഹമാസ് തങ്ങളുടെ തടവിൽ നിന്ന് മോചിപ്പിച്ച യാർഡൻ ബിബാസിന്റെ ഭാര്യയും കുട്ടികളുടെയും മൃതദേഹമാണ് ഹമാസ് ഇന്നലെ റെഡ് ക്രോസിന് കൈമാറിയത്. ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിലാണ് 2 കുട്ടികളും അവരുടെ മാതാവും കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു കുട്ടിയുടെ പ്രായം 10 മാസവും രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം 4 വയസ്സുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലെത്തിയപ്പോൾ നെതന്യാഹുവിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹമാസ് ആണ് ഈ 2 കുട്ടികളെയും അവരുടെ മാതാവിനെയും വധിച്ചത് എന്നാണ് നെതന്യാഹു ഇസ്രായേലിൽ ശക്തമായ രീതിയിൽ തന്നെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലികൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനൊരു കാരണവുമുണ്ട്. ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന ഇസ്രായേലികളായ സൈനികരെ പോലും ഹമാസ് ഇതുവരെ വധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇസ്രായേലികൾക്കും അറിയാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നെതന്യാഹു പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ 3 ഇടങ്ങളിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ടെല്ലവീവിലെ ഹോളനിലും ബാറ്റിയാമിലുമാണ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിൽ ബാറ്റിയാമിൽ 2 ഇടങ്ങളിലും ഹോളനിൽ ഒരിടത്തുമാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. നിർത്തിയിട്ട യാത്രക്കാരില്ലാത്ത ബസ്സുകളിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്നലെ നടന്ന 3 സ്ഫോടനങ്ങൾക്ക് പുറമെ 2 ബസ്സുകളിൽ നിന്നായി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 5 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഓരോ ബസ്സിലും സ്ഫോടനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഇന്നലെ രാത്രി ടെല്ലവീവിലെ 3 ഇടങ്ങളിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളെ വളരെ തന്ത്രപൂർവമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കൈകാര്യം ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ മരണത്തെ തുടർന്ന് തനിക്കെതിരെ ഇസ്രായേലിൽ നിലവിൽ അതിശക്തമായ ജനകീയ രോഷമാണ് നിലനിൽക്കുന്നത്. തനിക്കെതിരെയുള്ള ജനകീയ രോഷം തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് നെതന്യാഹു ഇന്നലെ രാത്രി ടെല്ലവീവിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബോംബ് സ്ഫോടനം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദികളാണ് എന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി താൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ രാത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം റഫ അതിർത്തിയിലൂടെ ഗസയിലേക്ക് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പതാക വെച്ച ബുൾഡോസറുകൾ എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ റോഡുകളിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടിയാണ് ഈജിപ്തിൽ നിന്നും ബുൾഡോസറുകൾ ഗസയിലെത്തിയിരിക്കുന്നത്. ഗസയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഈജിപ്തിന്റെ നിരവധി ബുൾഡോസറുകൾ റഫ അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ് എങ്കിലും ഇസ്രായേൽ സൈന്യം ഇതിന് അനുമതി നൽകിയിട്ടില്ല. പക്ഷേ കുറച്ച് ബുൾഡോസറുകളെ ഇസ്രായേൽ സൈന്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇസ്രായേൽ സൈന്യം അനുവദിച്ച ബുൾഡോസറുകളാണ് ഇപ്പോൾ ഗസയിൽ എത്തിയിരിക്കുന്നത്. ഗസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നതിനിടെ വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കുവാനുള്ള പദ്ധതികളുമായി നെതന്യാഹു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിജയിക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും.